മക്കളെ, ഈ വർഷത്തെ ഐസറിൻ്റെ റിസൾട്ട് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്നുവരെ കിട്ടുമെന്ന് ചോദിച്ചാൽ ജൂലൈ 9 വൈകിട്ട് 5 മണി വരെ മാത്രമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. അതേപോലെ ഓൺലൈൻ കൗൺസിലിംഗ്, അതായത് കൗൺസിലിംഗ് പ്രോസസ്സിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ജൂലൈ 2 വൈകിട്ട് 5 മണി തുടങ്ങി ജൂലൈ 9 വൈകിട്ട് 5 മണി വരെ ഉണ്ടാവും. അപ്പോൾ ഈ കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നവരെ മാത്രമാണ് ഈ പ്രോസസ്സിൽ പങ്കെടുപ്പിക്കുക, രജിസ്ട്രേഷൻ ചെയ്യുന്നവരെ മാത്രം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ വരാനുള്ള മജോറിറ്റി കമൻറ്റും കുട്ടിയുടെ റാങ്ക് കമൻറ്റ് ചെയ്തുകൊണ്ട് എനിക്കൊരു സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതായിരിക്കും പ്രധാനമായിട്ടും ചോദ്യം. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഈ ഐസർ എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികളുടെ ഒന്നും ഓപ്ഷൻ 1 അല്ല. ഈ ഐസർ എഴുതിയിരിക്കുന്ന കുട്ടികൾ ആരൊക്കെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ, ഒന്ന് നീറ്റ് എഴുതി MBBS അല്ലെങ്കിൽ BDS പ്ലാൻ ചെയ്യുന്ന കുട്ടികൾ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന നിലയിൽ ഐസർ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ JEE എഴുതിയ കുട്ടികളും ഒരു സെക്കൻഡ് ഓപ്ഷനായി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ മെഡിക്കൽ അലൈഡ് അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകൾക്ക് പങ്കെടുക്കുന്ന കുട്ടികളും JEEയിൽ അപ്ലൈ ചെയ്ത കുട്ടികളൊക്കെ ഇതിൽ വരുന്നത് കൊണ്ടും ഇതിൽ നീറ്റിൻ്റെ റാങ്ക് വരുമ്പോൾ കുറേ കുട്ടികൾ ഇതിൽ നിന്ന് ഡ്രോപ്പായി പോവും. അതേപോലെ ജോസ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ സീറ്റ് കിട്ടിയ കുട്ടികൾ ഇതിലേക്ക് വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികൾ ഇതിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കൊഴിഞ്ഞു പോകും. അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ഓപ്ഷൻ 1 ആണെങ്കിൽ ഐസറെങ്കിൽ മാത്രമാണ് അവർ ഇതിലേക്ക് വരിക. ഇനി അതല്ലെങ്കിൽ നീറ്റിലോ അല്ലെങ്കിൽ JEEയുടെ റാങ്കിലോ ഒക്കെ കുറവ് വന്ന കുട്ടികൾ അവരുടെ സെക്കൻഡ് ഓപ്ഷനായിട്ടും ചൂസ് ചെയ്യും. അതുകൊണ്ട് റാങ്ക് എവിടെ വരെ പോകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും കുറച്ചൊക്കെ താന്ന് ആ റാങ്ക് പോകും. അതുകൊണ്ട് ഈ കോഴ്സിൽ പങ്കെടുക്കാൻ, ഐസറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ, ഒരുപാട് കുട്ടികളുടെ ഓപ്ഷൻ 1 കേട്ടോ ഐസർ, ഞാൻ അങ്ങനെയും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ, നിങ്ങൾ ഐസറിൽ ഒരു കോഴ്സ് കിട്ടിയാൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യുക. ബാക്കി നമുക്ക് ഫർദർ ഓരോ റൗണ്ട് കഴിയുമ്പോൾ ആ പ്ലാൻ മാറ്റണമെങ്കിൽ മാറ്റുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി ആദ്യത്തെ ശ്രദ്ധിക്കുക. ഈ ഐസർ 7 ഐസറിലേക്കാണ്. ഐസർ ബെറാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, മൊഹാലി, പൂനെ, തിരുവനന്തപുരം, തിരുപ്പതി, ഇങ്ങനെ 7ഓളം ഐസറുകളിലേക്കാണ് ഈ അഡ്മിഷൻ നടക്കുന്നത്. ഇനി ഇതിൽ ബാക്കി ശ്രദ്ധിക്കുക. കാൻഡിഡേറ്റ് സീക്കിംഗ് അഡ്മിഷൻ ഇൻ 5-year BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ഫോർ സയൻസ് സ്റ്റുഡൻസ് അറ്റ് ഐസർ must have taken at least 3 subjects. +2-ൽ ബയോളജി, കെമിസ്ട്രി, മാത്സ് ആൻഡ് ഫിസിക്സ്, ഇതിൽ മിനിമം 3 സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടാവണം. അതേപോലെ മറ്റു കേസ് എന്താണെന്ന് വെച്ചാൽ, ഇനി പറയുന്ന പ്രോഗ്രാമുകൾക്ക് കുട്ടി നിർബന്ധമായിട്ടും മാത്സ് പഠിച്ചിട്ടുണ്ടാവണം +2-ൽ. ഏതൊക്കെയാണ്? 5-year BSMS ഇൻ കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡാറ്റാ സയൻസ് പ്രോഗ്രാം ഐസർ കൊൽക്കത്ത, അതേപോലെ 4-year BTech പ്രോഗ്രാം ഇൻ ഐസർ ഭോപ്പാൽ, അതുപോലെ 4-year BS ഇൻ ഇക്കണോമിക് സയൻസ് പ്രോഗ്രാം ഇൻ ഐസർ ഭോപ്പാൽ, അതുപോലെ 4-year BS ഇൻ ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് പ്രോഗ്രാം ഇൻ ഐസർ തിരുപ്പതി. ഈ 4 കോഴ്സുകൾക്ക് കുട്ടി +2-ൽ മാത്സ് പഠിച്ചിട്ടുണ്ടാവണം. ബാക്കി എല്ലാ BSMS കോഴ്സുകൾക്കും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ 3 സബ്ജക്റ്റ് പഠിച്ചാൽ മതി. ഇനി സീറ്റിൻ്റെ ഒരു മാട്രിക്സ് കൂടി പറയാം. അതായത് BSMS കോഴ്സുകൾ, അതിൽ BTech കോഴ്സുകളുടെയും ഒക്കെ ഇത് നോക്കിയാൽ, ഇപ്പോൾ BSMS പ്രോഗ്രാമുകൾക്ക് ഇത്രയും ഐസറുകളിലായിട്ട്, അതായത് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. ബെറാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്തയിൽ തന്നെ കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡാറ്റാ സയൻസ്, അങ്ങനെ 7 ഐസറിലായിട്ട്. ഇപ്പോൾ ഈ കൊൽക്കത്തയിലെ 2 പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 7ഓളം ഐസറിലായിട്ട് ഏകദേശം 2043 സീറ്റാണുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെയും റൈറ്റ് സൈഡിൽ സീറ്റ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ 2043 സീറ്റാണ് BSMS പ്രോഗ്രാമിലുള്ളത്. എന്നാൽ BTech പ്രോഗ്രാമുകൾക്ക് ഐസർ ഭോപ്പാൽ, അവിടെയുള്ള കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് BTechന് 40 സീറ്റാണ്. ഐസർ ഭോപ്പാലിലെ BTech ഇൻ ഡാറ്റാ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 80 സീറ്റാണ്. ഐസർ ഭോപ്പാലിലെ BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസിന് 75 സീറ്റാണ്. അതുപോലെ ഐസർ ഭോപ്പാലിലെ BS ഇൻ ഇക്കണോമിക് സയൻസിന് 55 സീറ്റാണ്. ഐസർ തിരുപ്പതിയിലെ BS ഇൻ ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസിന് 50 സീറ്റ്, അങ്ങനെ 300 സീറ്റാണുള്ളത്. അപ്പോൾ മുമ്പ് പറഞ്ഞതും ഇത്രയും കൂടെ സീറ്റിനാണ് ഈ കൗൺസിലിംഗ് നടക്കുന്നത്. ഇനി അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നോക്കുക. എൻ്റയർ കൗൺസിലിംഗ് പ്രോസസ് വിൽ ബി കണ്ടക്ടഡ് ഓൺലൈൻ മാത്രമാണ്. ദർ ഈസ് നോ നീഡ് ഫോർ ദ കാൻഡിഡേറ്റ് ടു വിസിറ്റ് എനി ഐസർ. നിങ്ങൾ ഒരു ഐസറിലും കൗൺസിലിങ്ങിനായിട്ട് നേരിട്ട് പോകേണ്ടതില്ല, ഓൺലൈനായിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഐസറിൽ ഒരു വാലിഡ് റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം. ഓക്കെ, അഡ്മിഷൻ ഓഫേഴ്സ് ടു എനി കാൻഡിഡേറ്റ് വിൽ ബി ഗിവൺ സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ ദ ഫോളോവിങ് ഫാക്ടർ. എന്തിനൊക്കെ ബേസിലാണ്? ഒന്ന്, സീറ്റ് അവൈലബിലിറ്റി അറ്റ് ഈച്ച് ഐസർ. നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷനുകളിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഐസർ, നിങ്ങൾ ഒരു ഐസർ കൊടുത്തിട്ടില്ല, അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ കൊടുത്താൽ ആ ഓപ്ഷനിലേ നിങ്ങളെ പരിഗണിക്കൂ, അവിടെ സീറ്റ് ഉണ്ടെങ്കിലേ പരിഗണിക്കൂ. അതായത് നിങ്ങളുടെ റാങ്ക് എത്തുമ്പോൾ സീറ്റ് കഴിഞ്ഞു പോയാലും പരിഗണിക്കില്ല. ദെൻ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലെ റാങ്ക്, ഒരു വാലിഡ് റാങ്ക് ഉണ്ടാവണം. ഐസർ പ്രിഫറൻസ് ഗിവൺ ബൈ ദ കാൻഡിഡേറ്റ്, അതായത് നിങ്ങൾ 1ാമത്തെ ഓപ്ഷൻ കൊടുക്കുന്ന ഐസറിൽ തരാവുമെന്ന് ആദ്യം നോക്കും. അവിടെ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ 2ാമത്തെ ഓപ്ഷൻ, അവിടെ പറ്റിയില്ലെങ്കിൽ 3ാമത്തേത്, ഇങ്ങനെയാണ് തരിക. ഓക്കെ, ദെൻ ദ കാറ്റഗറി ടു വിച്ച് ദ കാൻഡിഡേറ്റ് ബിലോങ്സ്. OBCക്ക്
സീറ്റ് റിസർവേഷൻ ഉണ്ട്, SC കാൻഡിഡേറ്റ് ഉണ്ട്, ST കാൻഡിഡേറ്റ് ഉണ്ട്, ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി കൂടി നോക്കിയിട്ടാണ് ഇത് തരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൗൺസിലിംഗ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസറുകളും ഇഷ്ടമുള്ള പ്രോഗ്രാമും ഒരു ഹയറാർക്കിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മേലെ, അവിടുന്ന് താല്പര്യം കുറഞ്ഞത് താഴെ, അവിടുന്ന് താല്പര്യം കുറഞ്ഞത് താഴെ, അങ്ങനെ ഏറ്റവും താല്പര്യമുള്ളത് മേലെയും ഏറ്റവും താല്പര്യം കുറഞ്ഞത് ഏറ്റവും താഴെയുമായിട്ട് ആ ഒരു ഹയറാർക്കിയിൽ വേണം അറേഞ്ച് ചെയ്യാൻ. ഇനി ഇഫ് എ കാൻഡിഡേറ്റ് റിസീവ്സ് ആൻ അഡ്മിഷൻ ഓഫർ, നിങ്ങൾക്കൊരു അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ചൂസ് ടു അക്സെപ്റ്റ് ദ സീറ്റ് ഓർ റിജക്ട്. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആ സീറ്റ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ റിജക്റ്റ് ആവാം. പ്രത്യേകം ശ്രദ്ധിക്കുക, if the candidate reject the offered seat or if no action is taken, നിങ്ങളത് സീറ്റ് എടുത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക by the candidate before the deadline, then the candidate will not be able to participate in further round of counseling. അപ്പം ശ്രദ്ധിക്കുക, നിങ്ങളൊരു ഓപ്ഷൻ കൊടുത്തു, ഒന്നുകിൽ നിങ്ങൾക്കത് കിട്ടി, അപ്പോൾ നിങ്ങൾക്കത് എടുക്കാം, ഫീസ് അടയ്ക്കാം, കുറേ പ്രൊസീജിയർ ചെയ്യാനുണ്ട്, അത് ഞാനിപ്പോൾ പറയാം. നിങ്ങളത് റെസ്പോണ്ട് ചെയ്തില്ല അല്ലെങ്കിൽ സീറ്റ് എടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു റൗണ്ടിലും ഉണ്ടാവില്ല. ആദ്യ റൗണ്ടുകളിൽ കിട്ടുന്ന സീറ്റ് എടുത്താലേ അടുത്ത റൗണ്ടിലുള്ളൂ, അവിടുന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്താലേ അടുത്ത റൗണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റിജക്റ്റ് ചെയ്താൽ പിന്നെ ഒരു റൗണ്ടിലും ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് സീറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, ആ ഓഫർ നമ്മൾ സ്വീകരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് അക്സെപ്റ്റ് ആൻഡ് ഫ്ലോട്ട്, അല്ലെങ്കിൽ അക്സെപ്റ്റ് ആൻഡ് ഫ്രീസ്. ഈ 2 ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യണം, മസ്റ്റ് പേ ദ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ത്രൂ ഓൺലൈൻ മോഡ്. അപ്പോൾ നിങ്ങൾ ആ ഡെഡ് ലൈനിന് മുമ്പ് ഈ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അഥവാ സാഫ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സീറ്റ് എടുക്കാം. ഇഫ് ദ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ഈസ് നോട്ട് പെയ്ഡ്, പേ ചെയ്തിട്ടില്ല, ദ കാൻഡിഡേറ്റ് വിൽ നോട്ട് ബി കൺസിഡർഡ് ഫോർ ദ അഡ്മിഷൻ ഇൻ സബ്സിക്വന്റ്. അപ്പോൾ നിങ്ങളുടെ ആ റൗണ്ടിലെ സീറ്റ് പോവുകയും ചെയ്തു, പിന്നെ കിട്ടുകയില്ല. അതാണ് നേരത്തെ പറഞ്ഞത്, റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ. റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫീസ് അടയ്ക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഫ്ലോട്ട് ചെയ്യാം, ഒന്നുകിൽ അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാം. ഇനി ആ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ സാഫ് എന്താണെന്ന് നോക്കുക. ഇറ്റ്സ് ടു ബി പെയ്ഡ് ഓൺലി ആഫ്റ്റർ ആൻ ഓഫർ ഓഫ് ആൻ അഡ്മിഷൻ. നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇനി അത് കാറ്റഗറിക്ക് അനുസരിച്ചൊക്കെ മാറും. അതായത് ഏകദേശം 35,000 രൂപയാണ് സാധാരണ ഒരു ജനറൽ കാറ്റഗറിക്ക്, അല്ലെങ്കിൽ EWSന്, OBC NCLന്, ഫിസിക്കൽ ഡിസബിലിറ്റിക്ക്, അതുപോലുള്ള കാറ്റഗറിക്കൊക്കെ ഏകദേശം 35,000 രൂപയാണ്. അതിൽ 25,000 രൂപ ഫീയും 10,000 രൂപ നോൺ റീഫണ്ടബിൾ അഡ്മിനിസ്ട്രേറ്റീവ് ഫീയുമാണ്. ഈ 10,000 രൂപ നിങ്ങൾ റിജക്റ്റ് ചെയ്താലും തിരിച്ചു കിട്ടൂല. എന്നാൽ ഈ പ്രോസസ്സ് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ട് ക്വിറ്റ് ചെയ്ത് വന്നാൽ ഈ 25,000 തിരിച്ചു കിട്ടും. എല്ലാ റൗണ്ടും കഴിഞ്ഞ് നിങ്ങൾ വന്നാൽ ഇതും കിട്ടൂല. അപ്പോൾ നിങ്ങൾ ഫൈനൽ റൗണ്ടിന് മുമ്പ് ക്വിറ്റായാൽ 25,000 കിട്ടും. ഈ 10,000 എന്തായാലും വൺസ് നിങ്ങൾ പേ ചെയ്താൽ ഈ 10,000 പോയി. നോൺ റീഫണ്ടബിൾ അഡ്മിനിസ്ട്രേറ്റീവ് ഫീ ആണ്. ഇനി നേരെ തിരിച്ച് SC ST കാൻഡിഡേറ്റിൻ്റെ അല്ലെങ്കിൽ ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ 17,500 രൂപയാണ്. അതിൽ 12,500 രൂപ ഫീസും 5,000 രൂപ നോൺ റീഫണ്ടബിൾ അഡ്മിനിസ്ട്രേറ്റീവ് ഫീയുമാണ്. ഓക്കെ, ഇവിടെ 10,000 ആണെങ്കിൽ ഇവിടെ 5,000 ആണ്, ഇവിടെ 25,000 ആണെങ്കിൽ 12,500. അതായത് സാഫ് എന്ന് പറയുന്നത് 35,000 രൂപ എല്ലാ കാറ്റഗറിക്കും, SC ST കാൻഡിഡേറ്റിന് മാത്രം അത് 17,500 ഇത് സീറ്റ് കിട്ടിയാൽ ചെയ്യേണ്ടതാണ്. ഇനി ആ ഫ്ലോട്ട് അല്ലെങ്കിൽ ഫ്രീസ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരുന്നു. ദ കാൻഡിഡേറ്റ് ക്യാൻ എക്സസൈസ് 2 ഓപ്ഷൻ, 2 ഓപ്ഷൻ ഉണ്ട്. ദ കാൻഡിഡേറ്റ് ക്യാൻ ഫ്രീസ് ദ സീറ്റ്. അതിൻ്റെ അർത്ഥം എന്താ, ദേ വിൽ ബി അലോട്ടഡ് ടു ദ ഐസർ ഷോൺ ഇൻ ദ ഓഫർ. ഓഫറിൽ കിട്ടിയ ഐസർ എടുത്തു. ദേ വിൽ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട് ഓഫ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ സീറ്റ് മതി, ഇനി ഒരു റൗണ്ടിൽ അവർ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇതാണ് ഫ്രീസ്. രണ്ടാമത്തേത് ഫ്ലൂട്ടാണ്. ദേ വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട് ഓഫ് കൗൺസിലിംഗ് ടു ഗെറ്റ് ഹയർ പ്രിഫറൻസ്. നിങ്ങളൊരു 7 ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾക്ക് 5ാമത്തേത് കിട്ടി. നിങ്ങൾ ഫ്രീസ് ചെയ്താൽ ഈ 5ാമത്തേതാണ് ഇനി അങ്ങോട്ട്. നിങ്ങൾ ഫ്ലൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത റൗണ്ടിൽ ചിലപ്പോൾ 4ാമത്തേത് കിട്ടാം, അല്ലെങ്കിൽ 3ാമത്തേത് കിട്ടാം. അപ്പോൾ നിങ്ങൾക്ക് ആ സീറ്റ് മതിയെങ്കിൽ ഫ്രീസ് ചെയ്യാം. ഇനി അതല്ല മാറണമെന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ സീറ്റ് അവിടെ ഉണ്ടാവും. അടുത്ത റൗണ്ടിൽ സീറ്റ് കിട്ടിയാലേ ഈ സീറ്റ് നഷ്ടപ്പെടൂ. അപ്പോൾ നിർബന്ധമായിട്ട് അവിടെ ഒരു സീറ്റ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ഒരു ഇൻസ്ട്രക്ഷൻ കൂടി തന്നിട്ടുണ്ട്. എന്താ, ദ കാൻഡിഡേറ്റ് മസ്റ്റ് ടേക്ക് ആക്ഷൻ ഓൺ ദെയർ ചോയ്സ് ഇൻ എവറി സിംഗിൾ റൗണ്ട്. ഓരോ റൗണ്ടിൽ നിങ്ങൾ ചെയ്യണം. 1ാമത്തെ റൗണ്ടിൽ കിട്ടി, നിങ്ങൾക്ക് ഫ്രീസ് ചെയ്താൽ പിന്നെ അടുത്ത റൗണ്ടില്ല. നിങ്ങൾ ഫ്ലോട്ട് ചെയ്തു എന്നിരിക്കുക. ഫ്ലോട്ട് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത റൗണ്ടിൽ വേറൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ അവിടുന്ന് വേണേൽ ഫ്ലോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാം. ഇനി അടുത്ത റൗണ്ടിൽ കിട്ടി, അത് കഴിഞ്ഞ് അടുത്ത റൗണ്ട് വന്നു. ഓരോ റൗണ്ടിലും റെസ്പോണ്ട് ചെയ്യണം. പക്ഷേ ഫീസ് ഒരിക്കൽ നിങ്ങൾ അടച്ചാൽ മതി. ദെൻ ദേ മസ്റ്റ് കൺഫേം ഇൻ എവറി റൗണ്ട് ഇഫ് ദേ വാണ്ട് ടു ഫ്ലൂട്ട് ഓർ ഫ്രീസ്. അപ്പോൾ ഈ എല്ലാ റൗണ്ടിലും അല്ലെങ്കിൽ ഓരോ റൗണ്ടിലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ഇഫ് എ കാൻഡിഡേറ്റ് ഡസ് നോട്ട് ടേക്ക് ആക്ഷൻ, നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തില്ലെങ്കിൽ ദേ വിൽ നോട്ട് ബി ഏബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സബ്സീക്വന്റ് റൗണ്ട്. പിന്നുള്ള റൗണ്ടിൽ നിങ്ങളെ പങ്കെടുപ്പിക്കില്ല. ദെയർ കാൻഡിഡേറ്റ്സ് വിൽ ബി കൺസിഡേർഡ് ആസ് ഹാവിംഗ് ബീൻ വിഡ്രോൺ. അവർ സീറ്റ് വിഡ്രോ ചെയ്തതായിട്ട്, എക്സിറ്റ് ആയതായിട്ട് കൺസിഡർ ചെയ്യും. ആൻഡ് ദേ വിൽ ബി എലിമിനേറ്റഡ് ഫ്രം ദ കൗൺസിലിംഗ് പ്രോസസ്. ഓക്കെ,
ഇനി അടുത്തതെന്ന് വെച്ചാൽ കാൻഡിഡേറ്റ് ഹു ഹാവ് ചൂസൺ ടു ഫ്ലോട്ട് വിൽ ബി എഗെയിൻ കൺസിഡർ ഫോർ സീറ്റ് അലോക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലോട്ട് ചെയ്താൽ നിങ്ങളെ അടുത്ത റൗണ്ടിൽ വീണ്ടും പരിഗണിക്കും. ആൻഡ് ഇഫ് ദേ ആർ എലിജിബിൾ ടു സെക്യൂർ എ സീറ്റ് ഇൻ ഐസർ ദാറ്റ് ഈസ് ഹയർ ഇൻ ദെയർ പ്രിഫറൻസ്, നിങ്ങളുടെ മേലെയുള്ള ഓപ്ഷൻസ് നിങ്ങളെ പരിഗണിക്കും. അതിൽ സീറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് അതിലേക്ക് മാറാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളൊരു സീറ്റ് ഇപ്പം നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, അതിനുശേഷം അടുത്തൊരു സീറ്റ് കിട്ടി. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സസൈസിങ് ദ ഫ്ലോട്ട് ഓപ്ഷൻ, നിങ്ങൾ ഫ്ലോട്ട് ഓപ്ഷൻ കൊടുത്തു. ഇഫ് എ കാൻഡിഡേറ്റ് ഈസ് ഓഫേർഡ് എ സീറ്റ് ഇൻ ആൻ ഐസർ ഓഫ് ദെയർ ഹയർ പ്രിഫറൻസ് ദ സീറ്റ് പ്രീവിയസ്ലി അലോട്ടഡ് സ്റ്റാൻഡ് ക്യാൻസൽഡ്. നിങ്ങൾക്ക് 7ാമത്തെ ഓപ്ഷൻ കിട്ടി, നിങ്ങൾ ഫ്ലോട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് 5ാമത്തേത് കിട്ടിയെന്ന് വിചാരിക്കുക അടുത്ത റൗണ്ടിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം എനിക്ക് 7 തന്നെ മതി എന്ന് വിചാരിച്ചാൽ പറ്റൂല. ഈ 7 എന്തായാലും പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് 2ാമത് തന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ മാറിയേ പറ്റൂ. അപ്പോൾ അത് വിചാരിക്കുകയാണ് എനിക്ക് 5 അല്ല 7 തന്നെ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ 5ാമത്തെ സീറ്റും പോവും, 7ാമത്തെ റൗണ്ടിൽ അല്ലെങ്കിൽ 7ാമത്തെ സീറ്റും പോവും. ആ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയത് പോയി, സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഫ്ലോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിൽ കിട്ടുന്നതും എടുത്തിരിക്കണം. ദെൻ ഇഫ് സീറ്റ് ഈസ് പ്രിഫേർഡ് ഓർ ഈ സീറ്റ് ഇൻ പ്രിഫേർഡ് ഐസർ ആർ ഫിൽഡ്, അതായത് നിങ്ങൾ പ്രിഫർ ചെയ്ത സീറ്റുകൾ ഫില്ല് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ 2 ഓപ്ഷനേ കൊടുത്തുള്ളൂ, ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം. ഈ വേറെ ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഈ 2ഇടത്തും ഇനി സീറ്റ് ബാക്കിയില്ല. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, നമുക്ക് കിട്ടിയില്ല. ഓൾറെഡി ആ 2ഇടത്തെയും സീറ്റ് ഫില്ലായി. എന്നാൽ നമുക്ക് തരാൻ സീറ്റ് അവിടെ ബാക്കിയില്ല. അടുത്ത പ്രാവശ്യം നമ്മളെ പരിഗണിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഓപ്ഷൻസിലുള്ള സീറ്റുകൾ ഫില്ലായി. ഇനി ഇവിടെ ഗ്യാപ്പ് വന്നാലേ നിങ്ങളെ പരിഗണിക്കൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഐസറിലൊരു സീറ്റ് വേണമെങ്കിൽ മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുന്നതാണ് എപ്പോഴും സേഫ്. ഓക്കെ, ഇനി അഡ്മിഷൻ ഓഫർ ഗിവൺ ആർ പ്രൊവിഷണൽ. അതായത് നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി, അതിനുശേഷം നിങ്ങളവിടെ ഫിസിക്കൽ റിപ്പോർട്ടിംഗ് നടത്തുമ്പോൾ നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനൊക്കെ നടത്തി അതിലെന്തെങ്കിലും മിസ്മാച്ച്, നിങ്ങൾ മുമ്പ് കൊടുത്തിരുന്ന ഡോക്യുമെൻറ്റുകളിൽ തെറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരുന്ന ഡേറ്റ തെറ്റുകളൊക്കെ ആണെങ്കിൽ അത് പ്രശ്നമാവും. അപ്പോൾ മാത്രം അത് ഫൈനൽ സർട്ടിഫിക്കറ്റിൻ്റെ വെരിഫിക്കേഷൻ ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്താണ് നടത്തുക. അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഐസറിലെ ഓൺലൈൻ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയിട്ട് വേണം ഈ പ്രോസസ്സ് ചെയ്യാൻ. ഓൾറെഡി നിങ്ങൾ എക്സാം എഴുതിയവരായതുകൊണ്ടും ബാക്കി പ്രൊസീജിയറൊക്കെ നിങ്ങൾ അതിൽ അപ്ഡേറ്റ് ആയതുകൊണ്ടും നിങ്ങൾക്ക് അതിൻ്റെ ധാരണ ഉണ്ടാവും. അപ്പോൾ ആ സൈറ്റിൽ കയറുക, ഐസറിൻ്റെ സൈറ്റിൽ കയറുക, ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് വയ്ക്കുക. ഓരോ റൗണ്ട് കഴിഞ്ഞും അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതിനനുസരിച്ച് അതിനോട് റെസ്പോണ്ട് ചെയ്യുക. ഇനി ഐസറിൻ്റെ ഭാഗത്തുനിന്ന് മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് പബ്ലിക് നോട്ടിഫിക്കേഷൻ വന്നാൽ ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.